പട്ടി കൊറേ കാലേ നിന്നെ നോട്ടോട്ട് വെച്ചിരിക്കുക. നിന്നെ എന്റെ കൈ കിട്ടൂലെന്ന് വിചാരിച്ചോടാ. പോടാ പോടാ. പറ്റപ്പള്ളിയിലെ ജോർജ് കുട്ടിയുടെ മുമ്പിൽ നിൽക്കാൻ ഒരു പട്ടിയും പട്ടിയുടെ തന്തയും ജനിച്ചിട്ടില്ലടാ. കഴിവുള്ള മോനെ. ഓടാ അതിന്റെ മോനെ. അയ്യോ പട്ടി രണ്ടു കാലം നിൽക്കുന്നു. അയ്യോ പൈലി. ഞാൻ വിചാരിച്ചു പട്ടിയായിരിക്കും. എന്താടാ വേണം? നീ ഓടാ. പട്ടി പോയില്ലേ ഇത്? പൈലി നീ കള്ളനാ. ഞാനേ കള്ളന് കഞ്ഞി വെച്ചവനാ. നല്ല പൊടിയരി കഞ്ഞി ഉണ്ടാക്കി നിന്റെ അണ്ണാക്കിലോട്ട് ഞാൻ തള്ളിത്തരും കുട്ടാ. എന്തോ ജോർജ് കുട്ടിന്ന്? ആര്? നിന്റെ അപ്പം തൊട്ടിലി കിടത്തിയിട്ട പേര്. വിളിയടാ സാറേന്ന്. സാറേന്ന് വിളിയടാ. അതൊരു രസമുള്ള കാര്യല്ലേ കൂട്ടോ? എന്നടാ മൂക്കറ്റ കുടിച്ചു വന്ന് മോക്കറ്റാ കാണിക്കുന്നേ? അയ്യോ അപ്പൊ സോറി, ഞാൻ കണ്ടില്ല ഷോ. എന്നോട് ക്ഷമിക്കണം. ഞാനൊരു മാനസിക പ്രയാസത്തിന്റെ പുറത്ത് അറിയാതെ ശകലം കഴിച്ചുപോയി. എന്നോട് ക്ഷമിക്കണം. ആരാ? എന്നെ വിട്. എന്നെ പിടിക്കണ്ട. പിടിക്കണ്ട. ആലീസേ പിടിച്ചോണ്ട് പോയി. കൈ ചെയ്തേക്കാതെ. ആലീസേ ഞാനൊരു തെറ്റ് ചെയ്തു. ചീരങ്കണ്ടത്തിൽ ഇട്ടിയച്ചനോട് ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ തെറ്റുകാരനാ. എനിക്ക് നിന്റെ അപ്പനോട് മാപ്പി ചോദിക്കണം. അപ്പൊ സോറി. എന്നെ വിട്. എനിക്കൊന്നുമില്ല. എന്നതാ കാഴ്ച കാണാൻ നിൽക്കുന്നേ? ഞാൻ ഇത്തിരി ഫിറ്റാ. അതുകൊണ്ട് ഇപ്പൊ എന്നാ കുഴപ്പം? ഞാനേ ചീരങ്കണ്ടത്തി വലിയ മുതലാളി ഇട്ടിയച്ചന്റെ മരുമോനാ. കുടിക്കുമ്പോ എനിക്ക് എന്നെ സ്റ്റാൻഡേർഡ് നോക്കണം. എന്നെ വിടുമോളെ. എനിക്കൊന്നുമില്ല. നേരെ നീ പിടിച്ചാ ഞാൻ വീഴും. അതെന്നെ കഴിക്കുന്നില്ലേ? എന്നാൽ എങ്ങനെ തോന്നിയല്ലോ? ഇത്രയും നാളില്ലാത്ത ഈ സ്വഭാവം ഇപ്പൊ തുടങ്ങാൻ എന്നാ ഉണ്ട്? വന്ന് കിടക്ക്. ചിരിക്കുന്നു. പിന്നെ ചിരിക്കാതെ. എടി കെട്ടിയോളെ, നിന്നാണ് സത്യം. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. നിന്റെ അപ്പൻ സാക്ഷാൽ ചീരങ്കണ്ടത്തിൽ ഇട്ടിയച്ചനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയല്ല മോളെ. നോക്കി താഴെ ഒച്ചയും പേളും വല്ല ഉണ്ടോന്ന്. നിന്റെ അപ്പൻ പൂച്ചല് വരെ നിർത്തി. ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ കൂടെ കാണുമെങ്കിൽ ഞാൻ ഉറച്ചു നിൽക്കാം. പക്ഷെ എന്നെ ഈ നാട്ടിൽ കണ്ട അല്ലി ഓടിക്കുന്ന ഇട്ടിച്ചൻ പറഞ്ഞിരിക്കുന്നേ. അതുകളാ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ നിന്റെ ദേഹത്ത് ആരും തൊടുകയില്ല. പക്ഷെ ഒരു കാര്യം നീ ഞങ്ങൾ പറയുമ്പോൾ കേൾക്കണം. ഇനിയും വീരം കണ്ടത്ത് പോയി വീരം ചോദിക്കാനൊന്നും എനിക്ക് വയ്യ. എനിക്ക് പേടിയാ. അവിടെ പോകണ്ടെന്നാ കുട്ടപ്പനും പറഞ്ഞിരിക്കുന്നേ. ആര് പറഞ്ഞു നിന്നോട് അങ്ങോട്ട് പോണെന്ന്? നീ പറയുന്നിടത്ത് പുള്ളിക്കാരനെ വരുത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നിയമപ്രകാരം നിനക്കും അമ്മച്ചിക്കും കിട്ടാനുള്ള സ്വത്തുക്കള് നിയമം പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്നു. നല്ലൊരു വക്കീലിനെ കണ്ട് കേസ് ഏൽപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റെന്നേ. എന്താ ഈ കോടതിയിലൊക്കെ കയറാന്ന് പറഞ്ഞാ ഞാനില്ല. എന്നെ ഇട്ടേക്ക്. കൈ നിറയെ കാശ് കിട്ടുമ്പോ നിനക്കെന്താ കക്കൂ? നിനക്ക് കഴുത്തിലൊരു സ്വർണ്ണമാല, കൈ നിറയെ മോതിരം, സിൽക്കിന്റെ ജുബ്ബിട്ട് പുത്തൻ പുതിയ മാരുതി വണ്ടിയില് ഒരു അച്ചായത്തി പെണ്ണിനെയും കയറ്റി ഇവിടെയൊക്കെ വിലസനം നിനക്ക് ആഗ്രഹില്ലേ? എനിക്കൊരു ലവ് ഉണ്ട്. അതുണ്ടോ? പക്ഷെ ഇട്ടിച്ച ധൈര്യം ഇല്ലെങ്കിൽ വേണ്ട. വന്ന വഴിക്ക് പോടാ. ഞാൻ റെഡിയാ. അവസാനം വാക്ക് മാറി ഇടി നിനക്കായിരിക്കും. ഞാൻ ഏറ്റു. നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് കറക്റ്റ് കോച്ചിങ് തന്നാ മതി. ആ പൈലിയുടെ കാര്യം നോക്കിക്കൊള്ളുകയും വേണം. അപ്പൊ സമയം കളയാൻ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ സല്യൂട്ട് ചെയ്യണോ? നീ ഒന്നും ചെയ്യണ്ട. അവിടെ ഇരുന്ന. അയ്യോ ഗ്ലാസ് പൊട്ടി. 10 രൂപന്റെ ചില്ലല്ലേ പോട്ടെ. എന്നതാ ഇത്? എന്നതാണെന്നേ? ഏതാണ്ട് എന്ത് കുരിശാണോ? ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം. നിന്റെ അപ്പന്റെ ഇംഗ്ലീഷ് അല്ലേ കാണാൻ പാടില്ല. മോനെ എന്താ അമ്മച്ചി? ആ ജോർജ് കുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്തേ. അവൻ വായിച്ചു തരുമെന്നേ. അവൻ വായിച്ചു തരും. എന്താ ഇത്? എന്നതാന്ന് ഒന്ന് നോക്കിയാ മോനെ. ഇപ്പൊ ആ പോസ്റ്റ്മാൻ കൊണ്ട് തന്നേച്ചും പോയതാ. Mr. Tietjen, this notice is being issued to you as per the instructions from my client, Mrs. Rahel Mathukutti, wife of Mathukutti, Cheerangandathil House, and is residing at Baranangana Mamsham,
Desham of Pala Taluk. Please take notice that my client, who is your elder sister, does not keep to intend the share of the properties inherited by her from her father in joint possession as you are mismanaging the properties, so as to defer her without giving her the due share of men's profit even after repeated demands. It's hereby informed that you may take necessary step to effect the partition of the properties shown in the margin, and to put my client in possession of her share with the men's profits within 1 month from the date of receipt of this notice, failing which my client will be taking appropriate legal actions against you, and in that event you will be held liable for all the incidental expenses of my client, including the legal charges of this notice. ഇതാണ് സംഭവം. മനസ്സിലായ? ഇംഗ്ലീഷ് പഠിച്ച ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ കൂടിയുണ്ട് അല്ലേ അമ്മച്ചി? ആ വക്കീൽ നോട്ടീസാ. ആന്റോട് അമ്മച്ചി അവരുടെ വീതവും അതിൽ നിന്ന് ഇത്രയും കാലെടുത്ത ആദായവും തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കേസാ. വക്കീൽ ആരാണെന്ന് നോട്ടെ. അയ്യോ എന്റെ അമ്മോ, എന്നാടാ? വാസുദേവ മേനോൻ ഉഗ്രം വക്കീലല്ലേ. നടത്തി എല്ലാ കേസും ജയിച്ചിട്ടേ ഉള്ളൂ. ഓ, ഒരു ചക്ക വീണപ്പോ മൊയലി എത്തുന്ന വിചാരിച്ച എല്ലാ ചക്കയ്ക്കും അങ്ങ് മൊയലിയാകും. ആ ഇത് ചക്കയും മോയിലൊന്നും അല്ല, തൊഴുത്തിപ്പറമ്പൻ ജോസിനെ തൂക്കാൻ വിധിച്ച വക്കീല. അങ്ങനെ ജയിക്കുന്ന ഉറപ്പുള്ള കേസേ മൂപ്പരെടുക്കൂ. എന്താവൂ എന്തോ. ഈശോ, ഇയാളെപ്പോ വന്നു ചോദിച്ചാ കേട്ടില്ലേ? ഞാനെപ്പോ വന്നാലും എനിക്കെന്താ ഈ ചായക്കട തന്റെ വകയൊന്നും അല്ലല്ലോ. ഇയാളെന്താ ഉടക്കുന്നേ? വന്നേ, ഇട്ടിച്ചും വിളിക്കുന്നു. വേണ്ട, അന്ന് തന്നവരെ തരാനല്ലേ, ഞാൻ എങ്ങോട്ടേക്കും ഇല്ല. വാടാ പന്നി. പോടാ പട്ടി. അച്ഛനെന്താ വിളിക്കുന്നേ? അച്ഛനാ എന്നെ കൊണ്ടുവന്നു. എന്നെ മർദ്ദിക്കാൻ കൊണ്ടുപോണേ. ബലപ്രയോഗം നടത്തുന്നേ. എന്നെ മർദ്ദിക്കുന്നേ. അയ്യോ അയ്യോ. സാറേ, വെറുതെ ഇരുന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോവാ സാറേ. എന്താടാ ആളെ പൊക്കിക്കൊണ്ടുപോവാൻ? ഗുണ്ടായിസാ? ഇട്ടിച്ചൻ വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞിട്ടാ. ആരാണ് നിന്റെ ഇട്ടിച്ചൻ? എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാ സാറേ. ഇവനോട് വന്നാ നിനക്കെന്താ? അങ്ങനെ ചോദിക്കും സാറേ. സാറേ ഞാൻ പറഞ്ഞു എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് ഇൻസ്പെക്ടർ സാറിന്റെ അടുത്ത് പരാതി പറയുമെന്ന് പറഞ്ഞപ്പോ അവൻ ചോദിക്കാം ഫയലിൽ തൊടാനുള്ള ധൈര്യം നിന്റെ ഇൻസ്പെക്ടർ കൊണ്ടുപോടാന്ന്. ആണോടാ? സാർ ഞാൻ പറഞ്ഞില്ല. എടാ ഇനി ഇവൻ ആരെങ്കിലും തൊട്ടാ ഞാൻ നിന്നെ ആയിരിക്കും പൊക്കുന്നത്, മനസ്സിലായോ? വളരെ ഉപകാരം സാർ. ആ. സാർ വൈകുന്നേരം വീട്ടിൽ കാണൂ. എന്തിനാണ്? കുറച്ച് കൈക്കൂലി കൊണ്ടുവരാനാ. വാങ്ങിക്കില്ലേ? ഓടാണോ? മതിയോ? ആ മിലിറ്ററി പോലീസിന്റെ ചായക്കട തന്നെ താമസം. ആ SI ഒന്നും ചാടിയില്ലായിരുന്നെങ്കിൽ ഞാനും കൊണ്ടുവന്നേനെ. എന്റെ കയ്യിൽ എത്തിക്കിട്ടിയിരുന്ന വേണ്ട പണി ഞാൻ കൊടുത്തേനെ. ആരോ അവനെ പറഞ്ഞ് പിരികേറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ആ മൈവണം കേസ് കൊടുക്കാനുള്ള ധൈര്യം ഒന്നും കാണിക്കില്ല. വർഗീസ് സാറിനെ ആൻഡോയുടെ അടുത്ത് അയച്ചിട്ട് എന്തായി? ഓ, മധ്യസ്ഥത്തിന് അവൻ നിൽക്കത്തില്ലെന്ന്, എല്ലാം വക്കീലുമായിട്ട് മതിയെന്ന്. അയാളൊരു കോടാലിയാണെന്നാ കേട്ടത്. ആ വക്കീലേ, നമ്മൾ കേസ് പറയാൻ പോയാൽ കാശ് പോകത്തേ ഉള്ളൂ. ആ വക്കീലിനെ ഒന്ന് പിടിക്കാൻ എന്താ മാർഗമെന്നാ ഞാൻ ചിന്തിക്കുന്നത്. അയാളോട്ട് അടുപ്പമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ആലിസേ, നിന്റെ അപ്പച്ചനോട് പറ വാസുദേവൻ വക്കീലിന് എനിക്ക് പരിചയമുണ്ടെന്ന്. ഒന്ന് വിളിച്ചു ചോദിച്ചു. ഒന്ന് ചോദിച്ചടി. അങ്ങേരെ ചെന്ന് കണ്ട നമുക്ക് കുഴപ്പം വരാത്ത രീതിയിൽ കാര്യങ്ങൾ കോംപ്രമൈസ് ആക്കി തരും. എന്റെ ഒരു അടുത്ത കൂട്ടുകാരന്റെ ഭാര്യയുടെ അമ്മാവനാ വക്കീല്. അവര് വഴിയെ വക്കീലിനെ ബന്ധപ്പെടാൻ പറ്റൂ. അല്ല അതിനു മുമ്പ് അവനെയും ഭാര്യയും ഉണ്ണാൻ വിളിക്കാൻ പറ്റാൻ വേണ്ടി വരും. ഏതവനായാലും വിളിക്കാൻ പറയടി. ഉണ്ണോ ഉറങ്ങോ ചെയ്യട്ടെ. മാരേജ് കഴിഞ്ഞ പിന്നെ ഇത്രയും നല്ല ലഞ്ച് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ആലീസ് ഇരിക്കുന്നില്ലേ? ഞാൻ പിന്നെ ഇരുന്നോളാം. വാടി ഇങ്ങോട്ടിരിക്കേ. അമ്മച്ചി ഇത്തിരി ജീരവെള്ളം കെടുത്തേ. ആ നീ എന്താ ഒന്നും കഴിക്കാത്ത? ആ ചിക്കൻ എടുത്തേ. കഴിക്കാം. അപ്പച്ചാ ആ ചിക്കൻ 2 പീസ് എടുത്ത് കൊടുത്തേ. അന്ന് ധൃതി വന്ന് പോയപ്പോ തൊട്ട് ഞാൻ ജോർജ് തൊട്ടിട്ട് പറയുമായിരുന്നു ഒരു ദിവസം ഉണ്ണാൻ വിളിക്കണമെന്ന്. അതെ അതെ.
അച്ചാറൊന്നെടുത്ത്. അയ്യോ അവിടെയല്ലേ ഇവിടെ. കേട്ടോ പ്രകാശ്, അപ്പച്ചൻ ആരെങ്കിലും വിളിച്ച് സൽക്കരിക്കുക എന്നുള്ളത് എന്ത് ഇഷ്ടമുള്ള കാര്യമെന്നോ. എന്നിട്ട് സ്വന്തം കൈ കൊണ്ട് വിളമ്പി കൊടുക്കുക, അത് വലിയ സന്തോഷാ. അന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് അങ്കിള് വലിയ ഗൗരവക്കാരനാണെന്നാ. ഏയ് അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ. എങ്ങനെ വളച്ചടാ നീ ഇങ്ങനെ? വളഞ്ഞു തുടങ്ങണല്ലേ ഉള്ളൂ. എന്നതാ പറയുന്നേ? ഏയ് ഞങ്ങളെ കേസിന്റെ കാര്യം പറയാം. അതെ അതെ. അപ്പച്ച പ്രകാശന് ചപ്പാത്തി എന്താന്ന് വെച്ചാൽ കൊടുക്കുന്നു. കഴിക്ക്. തീർന്നില്ല, മതി. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി. ഇനിയുള്ള ഓപ്പറേഷൻസ് വളരെ സൂക്ഷിച്ചു നടത്തും. അയ്യോ ആർക്കും ഓപ്പറേഷൻ? അയ്യോ പോട്ടെ ചായ, ഇവന് പോട്ടെ. കാര്യങ്ങളൊക്കെ ഒത്തുവരികയാണെങ്കിൽ അടുത്ത ആഴ്ച നിന്റെ വീതം കിട്ടും. പിന്നെ എന്താ നിന്റെ പരിപാടി? ആദ്യം എന്റെ മറ്റേ അതെ ആദ്യം മറ്റേ ആദ്യം ഏത് ലവ് മാരേജ്. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കരുത്. ആന്റോയ്ക്ക് കാശൊരു പ്രശ്നമല്ല. പിന്നെ നീ ആ കാശെടുത്ത് അനാദിയാക്കി കളയരുത്. ആദ്യം നാട്ടിലെവിടെയുള്ള ഒരു സ്ഥലം വാങ്ങി സ്വന്തമായിട്ടൊരു പെരപണി. നിന്റെ അമ്മച്ചീനെയും കഷ്ടപ്പെടുത്താൻ നോക്കണേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അച്ചായ? അമ്മച്ചിക്ക് ഞാനും എനിക്ക് അമ്മച്ചി മാത്രമേ ഉള്ളൂ. തരപ്പെടുമെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഒരു വീട് വെക്കണമെന്നാ എനിക്ക്. നിങ്ങളുടെയൊക്കെ ഒരാളായി ഇവിടെ തന്നെ അങ്ങ് കൂടാൻ പോകാൻ ഞാനും. നല്ല കാര്യമല്ലേ അല്ലേ മിലിട്ടറി? ഓ ഷുവർ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇട്ടിച്ചിന്റെ നേർക്ക് അടുത്തയക്കേണ്ട മിസൈൽ ഏതാണ്? സ്കഡ് വേണോ പാട്രിയറ്റ് വേണോ? ഏതായാലും റെഡി ഫോർ അറ്റാക്ക്. ലീനാമ്മയുടെയും പിള്ളേരുടെയും കാര്യം എന്നും ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ എങ്ങനെ? എന്റെ വീട്ടിലോട്ട് അവളെയും കൊണ്ടുപോയാ അവളും പെങ്ങന്മാരും കൂടി ചേരത്തില്ല. ഒരു പുരയിടം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, കുറച്ച് കിഴക്കോട്ട് മാറിയാ. അളിയൻ അവളുടെ വീതം എടുത്തോ, എനിക്ക് കാശായിട്ട് മതി. ഇത്രയും കാലം നീ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്തുവാ കെട്ടിയോളം പിള്ളേരെ ഓർമ്മിക്കാൻ സ്വത്ത് കിട്ടുകയെന്ന് പേടിച്ചാ? അതല്ല, എല്ലാം കൂടി നോക്കി നടത്തി അളിയൻ കുറെ ബുദ്ധിമുട്ടുകയാണല്ലോ എന്ന് വിചാരിച്ച. ആ മനസ്സിലായി മനസ്സിലായി. നിങ്ങളെ കെട്ട് കിടക്കുമ്പോ അവിടെ വേല എഴുതി വെച്ചതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഞാനിടത്ത് തിന്നിട്ടൊന്നുമില്ല. ഇയാളെന്നാ വന്ന് വിളിക്കുന്നേ? ചുമ്മാ അല്ല, വക്കീലന്മാരെ വല്ലതും കണ്ട കാര്യമുണ്ടോ? വക്കീലിന്റെ കുഞ്ചരിയച്ഛൻ വരുമ്പോ പറഞ്ഞേക്കണേടി. അതിപ്പോ എന്ന് വരാനാ? പിള്ളേരുടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇത്രയും കാലം ഒന്നിനെ കുറിച്ച് ഞാൻ ഓർക്കാറില്ലായിരുന്നു. പിള്ളേരെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാൻ മറക്കല്ലേ. പോകാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല. എന്നായാലും അത് വേണ്ടേ? ദീനാമേ, ആ അതാ വിളിക്കുന്നു. പോയിട്ട് വരട്ടെ. ആ മിലിറ്ററി പൗലോസിന്റെ കടയിലോട്ടാ. അവിടെ അപ്പൊ കമ്പനി. ആൻഡോ ഇപ്പൊ അവിടെ ക്യാമ്പ്. അയാളെ കുത്തിപ്പൊക്കി വിട്ടത് പൗലോസും ജോർജ് കുട്ടിയും കൂടി ആവുന്നൊരു സംശയമുണ്ട്. തിരക്കിന്ന് പറഞ്ഞു. ആ പൗലോസിന്റെ ചായക്കടല ഇരിപ്പ് അത്ര നല്ലതിനല്ല. അതെന്താ? ആയിക്കോലെ, കുഴപ്പമുണ്ടോ? അതല്ല, എനിക്കത് നാണക്കേടാണ്. മനസ്സിലായോ? അല്ല, ഇവിടെ നിന്ന് മടക്കുമ്പോ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങണമല്ലോ എന്ന് കരുതിയാ. അതിന് വേറെ സ്ഥലമൊന്നുമില്ലേ? ശരി, എന്നാ നീ വേറെ എവിടെയും പോയിരിക്കാം. അവളെന്തിയടാ? അകത്തുണ്ട്. വിളിക്ക്. ചെന്ന് വിളിക്കടാ. വിളിച്ച പുള്ളിക്കാരൻ വഴക്ക് പറയും. ഏത് പുള്ളിക്കാരൻ? മുതലാളി ചീരങ്കണ്ടതെ ചീരങ്കണ്ടത്തിലെ ജോർജ് കുട്ടി. ആരെങ്കിലും വന്നാ പൊക്കോളാൻ പറയാൻ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ആഹാ. നാളെ അവളെ നാട്ടിൽ കണ്ടുപോരുത്. വാ. നിങ്ങൾ ഇത് എന്തിനു ഭാവിച്ചോണ്ട്? എന്റെ പൊന്നു സാറന്മാരെ ഒന്ന് പോയി. മോലാളി അറിഞ്ഞ എന്നെ കൊന്നു കളയും. മിണ്ടി പോലത്. ഭാര്യയും കുടുംബോട് ഒരു മനുഷ്യനെ കുറെ കാലമായിട്ട് നീ പിഴിയല്ലേ? നിർത്തിക്കോ. ഇനി ഒരിക്കൽ അങ്ങേര് ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞ ഇവിടുത്തെ പുതിയ എസ് ഐ ആരാന്നറിയോ? ഞങ്ങളും പുള്ളിക്കാരും നമ്മൾ ബന്ധം എന്താ അറിയോ?
ഞാൻ പോട്ടെ, സൗകര്യം പോലെ വരാം. അച്ചായോ ആ അല്ല, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണല്ലോ. ഞാൻ പോട്ടെ മോളെ. ഡേ, ഏലമ്മേ. 8 മണിയായില്ല, അതിനു മുമ്പേ തുടങ്ങി കുപ്പിയായിട്ട് ഗുസ്തി. ഇതെന്നാ പറ്റി? അലീസേ, ഇന്നെന്ത് പറ്റി? പുറത്തേക്കൊന്നും പോയില്ലേ? ഞാൻ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയത്. ആ, നീ ഇതിൽ വെള്ളം ചൂടാക്കി ഒന്ന് കുടിക്കണം, ഭയങ്കര ക്ഷീണം. എവിടെ പോയിരുന്നു? പിന്നെ എവിടെയെങ്കിലും പോവാതെ. ചേട്ടാ, ഇത് വലിയ കഷ്ടമായല്ലോ. എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വീട്ടിലുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ വൈകുന്നേരം ഒന്ന് കാറ്റ് കൊള്ളാൻ പുറത്തിറങ്ങാന്ന് വെച്ചാ എവിടെ പോയി ഇത് എത്ര പേരോട് സമാനം പറയണത്? അല്ല, എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക. പിന്നെ എന്തോട് തേങ്ങക്കാടി എന്നെ വീട്ടിനകത്ത് കുഴിച്ചു മുടിയേക്കണേ? ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. ഫിലിപ്പോസ് പറഞ്ഞനുസരിച്ച് 1 ലക്ഷമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാണ്. അപ്പൊ കളി അങ്ങ് ഡൽഹി കളിക്കണം. വിനാശ് സാർ അവിടെ ഉണ്ട്, എന്നാലും പണം കൊണ്ടൊരു പ്ലേ ഉണ്ടല്ലോ. വാ. എനിക്ക് വിനാശ് സാറിനും 5 രൂപ പോലും വേണ്ട. കൊടുക്കേണ്ടടുത്ത് കൊടുത്താ ബാക്കി മുഴുവൻ പാർട്ടി ഫണ്ടിലേക്കാണ് പോകുന്നത്. ആ, ഞായറാഴ്ച ഞാൻ ഡൽഹിക്ക് പോകും, വന്നിട്ട് കാണാം. ഓ, മദ്രാസിലായിരിക്കും അപ്പോയിന്റ്മെന്റ്. ക്വാർട്ടേഴ്സിനും മറ്റു കാര്യങ്ങൾക്കും അല്പ താമസം നേരിടും. അത് സാരമില്ല, അവൻ തനിച്ചേ ഉള്ളൂ, മോളെ കൂടെ അയക്കുന്നില്ല. കേരളത്തിലും എടുത്തൊരു യൂണിറ്റ് തുടങ്ങുന്നുണ്ട്. അപ്പോ മരുമകനെ നമുക്ക് ഇങ്ങോട്ട് ചാടിക്കാം. വേണ്ട, അവിടെ തന്നെ കിടന്നോട്ടെ. ഇത്തിരി വടക്കോട്ടായാലും കുഴപ്പമില്ല. എന്നെ ആയാലും വേഗം ശരിയാക്കി തരണം. പിന്നെ തിടീന്ന് കാര്യങ്ങൾ നീങ്ങല്ലേ? പയ്യനോട് റെഡി ആയിരിക്കാൻ പറ. ജോലിക്ക് പോണെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞത് എന്ത് അവിവേകമായി പോയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആ, എന്റെ അപ്പച്ചൻ നിന്ന വാക്ക് ഞാനായിട്ട് തെറ്റിക്കുന്നത് ശരിയല്ലല്ലോ. എന്നോട് പറഞ്ഞ വാക്കല്ലേ, അത് സാരമില്ല. രൂപ കൊടുത്ത് ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ശരിയാവില്ല. ഏത്? ഇവിടെ എല്ലാരെയും വിഷമിപ്പിച്ചിട്ട്, പ്രത്യേകിച്ച് അപ്പച്ചനെയൊക്കെ വിട്ടുപിരിഞ്ഞ് ഞാൻ ആലീസിനെ കൊണ്ടൊക്കെ പോവാന്ന് പറഞ്ഞ ശരിയല്ലത്. ആലീസിനെ ഇപ്പൊ കൊണ്ടുപോകണ്ടെന്ന് വെക്കണം. വല്യപ്പോ ആ പൂതിയങ്ങ് മാറ്റി വെച്ചേക്ക്. എന്താ? അല്ല, വേറൊരു പ്രശ്നമുണ്ട് അപ്പച്ച. എന്ത് പ്രശ്നം? ഈടെയായി മിക്കവാറും ദിവസങ്ങളിൽ സ്വപ്നത്തിൽ ഒരു പുണ്യാളം വന്ന് എന്നോട് പറയാറുണ്ട്, നീ ഇവിടെ വിട്ട് പോരുത്, നിനക്കിനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ടെന്ന്. അതൊക്കെ വെറും തോന്നലാ. ഏതോ വേക്കനാവ് കണ്ടെന്നും പറഞ്ഞു. അയ്യോ അല്ല അപ്പച്ച, ഒരു സത്യക്രിസ്ത്യാനിയായി ഞാൻ പുണ്യാളം പറയുന്നത് കേൾക്കാതെ മദ്രാസിൽ പോയാ ചിലപ്പോ എന്റെ ജീവൻ വരെ അപകടത്തിലായി വരും. ഒരാപത്ത് വരുമെന്ന് അറിഞ്ഞിട്ടും എന്തിനാ അപ്പച്ച ജോലി കഴിക്കുന്നത്? ആപത്ത് എന്റെ അമ്മയുടെ അവനോടെ നിന്നാൽ ആപത്ത്. രൂപ 1 ലക്ഷം കയ്യിൽ നിന്ന് പോയത് അറിയാവോ? പോയനോ ഏലിയയിൽ ഇന്ന് എടുത്തു വെച്ച് ഉടുത്തെന്ന് പറഞ്ഞോലായി. അച്ചായൻ കഴിച്ചാട്ടെ, അവിടെ ആർക്കും അസുഖമൊന്നുമില്ലല്ലോ. ഇവളുടെ കാര്യം നേരെ ചൊവ്വേ നടന്നു കിട്ടുന്നത് വരെയുള്ള ആദ്യം തന്നെ, അല്ലാതെ ഒന്നുമില്ല. നീ എന്നാടി വിരുന്ന് കയറിയ പോലെ? അകത്തോട്ട് വാ. എന്താ? വത്സമ്മയുടെ കല്യാണ തീയതി നിശ്ചയിച്ചിരിക്കുക. എന്റെ സ്ഥിതിയൊക്കെ ഇട്ടിച്ചൻ അറിയാലോ. പുറത്തൊരാളുടെ മുമ്പിൽ കൈനീട്ടാൻ മനസ്സനുവദിക്കുന്നില്ല. വളച്ചു കെട്ടി ബുദ്ധിമുട്ടിക്കണമെന്നില്ല. എന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലി കാശ് കിട്ടത്തില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ക്രിസ്തു ഒന്നും അല്ല ഇട്ടിയ. രക്തബന്ധം മറന്ന് നീ അങ്ങനെയൊന്നും പറയല്ലേ ഇട്ടി. എന്നാ രക്തബന്ധം? എനിക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ല. കൈ കാശില്ല, കെട്ടി ചായക്കണ്ടെന്ന് വെക്കണം. വല്ല വടത്തിലും പറഞ്ഞയക്ക്. മോനെ, അമ്മച്ചി ഒരു കാര്യം പറയട്ടെ. എന്താ മച്ചി? ദേ, ഇത് ഇച്ചിരി പഴയ സ്വർണമാ. നീ ഇത് ടൗണിൽ എവിടെങ്കിലും കൊണ്ടുപോയി വിറ്റിട്ട് ഉള്ള കാശ് വാങ്ങിച്ചോണ്ടെത്താ മോനെ. ഇവിടുത്തെ അപ്പച്ചൻ അറിഞ്ഞ എന്നെ കൊല്ലും. ഇതെന്താണ് അമ്മച്ചി? ഇത് വിറ്റിട്ട് ഇത്ര അത്യാവശ്യം എന്താ? അതെ, നേരത്തെ ഇവിടെ വന്നേച്ചും പോയതാ കുന്നേലെ ചാക്കോച്ചനും മോളുവാ. ആ കൊച്ചിന്റെ കല്യാണമാ. പറഞ്ഞു വരുമ്പോ ഇവിടുത്തെ അപ്പച്ചന്റെ അടുത്ത ഒരു ബന്ധുവാ. അവർക്ക് എന്തെങ്കിലും കൊടുത്തു പോയെന്ന് വെച്ച് ഇവിടെ ആരും മുടിഞ്ഞു പോത്തൊന്നുമില്ല. കൊടുക്കുകയല്ല, അങ്ങനത്തെ അല്ലേ മനസ്സ്. ആ കൊച്ചാണെങ്കി ഇവിടെ കുറേ നാള് നിന്നതാ. ഞാൻ നോക്കിയിട്ട് ഇത് ഒരു വഴിയേ കാണുന്നുള്ളൂ.
നീ ഒന്ന് എളുപ്പം പോയച്ചു മാമോനെ. ഇതിരിക്കട്ടെ അമ്മച്ചി, കല്യാണത്തിന് ഇനിയും ദിവസം ഉണ്ടല്ലോ. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു വഴി കാണും.